ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ച നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെയാണ്. ഗർഭകാലത്തിന്റെ ആദ്യത്തെ 2 ആഴ്ചയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗർഭകാലം ശരിക്കും തുടങ്ങുന്നത് മൂന്നാമത്തെ ആഴ്ചയിലാണ്. ഗർഭകാലത്തിന്റെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് ആർത്തവത്തിന്റെ ദിവസങ്ങളും 2ാമത്തെ ആഴ്ച ഓവുലേഷനുമാണ്. എന്നാൽ ചില കേസുകളിൽ മൂന്നാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലും ഓവുലേഷൻ സംഭവിക്കും. 13th ഡേ മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാളുടെ ഓവുലേഷൻ നടക്കുന്നത് ഒരു 15 to 17 ഡേയ്സിന്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനത്തെ കേസിൽ മൂന്നാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലായിരിക്കും അവരുടെ ഓവുലേഷൻ സംഭവിക്കുന്നത്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്റർകോഴ്സ് വഴി ലക്ഷക്കണക്കിന് ബീജങ്ങൾ വജൈനയിൽ വന്നു കഴിയും. ബീജങ്ങളിൽ ഏതെങ്കിലും ഒരു ബീജം അണ്ഡവുമായി ഫ്യൂസ് ചെയ്യും. ഈ ഒരു ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ബീജങ്ങൾ അണ്ഡവുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ട്വിൻസും ട്രിപ്ലക്സും ഒക്കെ ഉണ്ടാവുന്നത്. ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള സൈഗോട്ട് മൾട്ടിപ്ലൈ ആയിട്ട് ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലെത്തും. ഈ ബ്ലാസ്റ്റോസിസ് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഫെലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ ഭ്രൂണം അതിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. ഈ ഒരു പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. 3rd വീക്കിൽ ഇംപ്ലാന്റേഷൻ ലാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇല്ലെങ്കിൽ 4th വീക്കിന്റെ ഫസ്റ്റ് ആയിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ശരിക്കും ഈ ഒരു 3rd വീക്കിലാണ് നമ്മുടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ കുഞ്ഞിന്റെ സൈസ് എന്ന് പറയുന്നത് 0.1 to 0.2 mm ആണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞ ഒരു 7 to 10 ഡേയ്സിനുള്ളിലായിരിക്കും. 3rd വീക്കിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനുമാണ്. ഒരു ഹെൽത്തി പ്രഗ്നൻസി ഗ്രോ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മൾ നല്ല ഫിറ്റും ഹെൽത്തിയുമായിരിക്കണം. 2ാമത്തേത് നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗും സ്പെർമും ആയിരിക്കണം. 3ാമത്തേത് തടസ്സങ്ങളൊന്നുമില്ലാണ്ട് ഈ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള എഗ്ഗ് യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ ആവശ്യത്തിനുള്ള തിക്നെസ്, ബ്ലഡ് ഫ്ലോ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം. ഈ കാര്യങ്ങളാണ്. 4ാമത്തേത് വളരുന്ന ഭ്രൂണത്തിന് ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും ലഭിക്കണം. ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീനാറ്റൽ വൈറ്റമിൻസ് കഴിക്കണം. അതുപോലെ ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ അയണും ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ടെൻഷൻ ഒന്നും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ നന്നായി കുക്കാവാത്ത ഇറച്ചിയൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ 3rd വീക്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയറ്റില് ഗ്യാസ് അനുഭവപ്പെടുന്നതായിട്ട് ചിലർക്ക് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ദേഷ്യവും വാശിയും ഒക്കെ കൂടുതലായിരിക്കും. ഡിസ്ചാർജ് ചിലർക്ക് ഈ ടൈമിൽ കൂടുതലായിരിക്കും. അതുപോലെ ചിലർക്ക് വിശപ്പും ദാഹവും ഈ ഒരു ടൈമിൽ കൂടുതലായിരിക്കും. അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ ചിലരിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണാറുണ്ട്. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 1-2 ദിവസം ലൈറ്റ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ആയിട്ടാണ് കാണാറുള്ളത്. സാധാരണ 3rd വീക്കിൽ ഈ പ്രഗ്നൻസി സിംറ്റംസ് ഒന്നും പൊതുവെ കാണാറില്ല. ചിലർക്ക് ഹോർമോൺ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരിലാണ് കൂടുതൽ സിംറ്റംസ് ചെറിയ രീതിയിൽ കാണപ്പെടാറുള്ളത്. ഈ ഒരു വീക്കിൽ നമുക്ക് പ്രഗ്നന്റ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പീരീഡ് ആവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.